നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊച്ചി ലിങ്ക് സെന്ററിന് വി-ഗാർഡ് ഫൗണ്ടേഷൻ 5 ലക്ഷം രൂപയുടെ ഫിസിയോതെറാപ്പി, മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ എന്നിവ നൽകി. ആൽഫ കൊച്ചി സെന്ററിൽ നടന്ന ചടങ്ങ് വി-ഗാർഡ് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ റീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യുകയും ഉപകരണങ്ങളുടെ വിതരണം നിർവഹിക്കുകയും ചെയ്തു. ആൽഫ കൊച്ചി സെന്റർ പ്രസിഡന്റ് സുബൈദ റഹീം അധ്യക്ഷത വഹിച്ചു. ട്രഷറർ തോമസ് വർഗീസ് സ്വാഗതം പറഞ്ഞു. അതിഥികളെ ആൽഫ പുനർജനിയിൽ നിന്ന് സേവനം നേടുന്ന അഖിൽ റോസാപ്പൂക്കൾ നൽകി സ്വീകരിച്ചു. സെക്രട്ടറി പ്രൊഫസർ രവി ദിവാകരൻ ആൽഫയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ചു തന്നെ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആൽഫയുടെ പരിചരണത്തിലിരിക്കുന്നയാളുടെ കുടുംബാംഗങ്ങൾക്ക് ഡോക്ടർ റീന ഫിലിപ്പ് കൈമാറി. ചടങ്ങിൽ യങ് ഇന്ത്യ കോ ചെയർമാൻ വിവേക് പ്രമോദ് ആശംസകൾ നേർന്നു സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് TJ കുര്യൻ നന്ദി പറഞ്ഞു. കമ്പാഷനേറ്റ് കേരളം ആൽഫ വിഷൻ 2030 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർമാരുടെ യോഗം ആൽഫ ആലപ്പുഴ സെന്ററിൽ നടന്നു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ നേതൃത്വം നൽകി. ജില്ലകളിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച സെന്ററുകളുടെ പ്രവർത്തനങ്ങളും പുതുതായി തുടങ്ങാനിരിക്കുന്ന സെന്ററുകളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. ആൽഫ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ECS പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് പ്രോഗ്രാമുകൾ വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ ബുധനാഴ്ചകളിൽ നടത്തുന്ന ഓൺലൈൻ സെഷനിൽ ഇന്ന് രാത്രി 8 മണിക്ക് മരണം സംസാരിക്കാൻ മടിക്കേണ്ടതില്ല എന്ന വിഷയത്തെക്കുറിച്ച് ആൽഫയുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു സംസാരിക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.